എങ്ങനെ രക്ഷിതാക്കളായി മാറണം? ഇന്ന് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് നമ്മൾ അഴിച്ചുപണി നടത്തേണ്ടത്? എവിടെ നിന്നാണ് മാറ്റം വരുത്തി തുടങ്ങേണ്ടത്? ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, വളരെ ശ്രദ്ധേയമായ ചില വേർഡ്സുകൾ. ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആ പെട്ടിയിൽ നിന്ന് തിരിച്ചു വീണ്ടും വീട് എന്ന പെട്ടിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരാണ് അവനെ മൈൻഡ് ചെയ്യാൻ അവിടെയുള്ളത്? പല കുട്ടികളും ആ വീട്ടിലെത്തി കഴിഞ്ഞാൽ അനാഥരായൊരവസ്ഥയാണെന്ന്. ഈ അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പാരൻസിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോന്ന്. ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്ന് 2 or 3 കുട്ടികൾ മാത്രമാണ് ഉണ്ടെന്ന് മറുപടി പറഞ്ഞത്. പല കുട്ടികളും പറഞ്ഞത് അതിനാർക്കും അവിടെ കേൾക്കാൻ സമയം, ആരാണ് അതിനവിടെ കേൾക്കാനുള്ളത് എന്നുള്ളതായിരുന്നു. വളരെ സങ്കടത്തോടു കൂടെ ആ മക്കളത് പറഞ്ഞപ്പോൾ ഒന്ന് ചിന്തിച്ചു പോയി. യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിതാക്കള് മക്കള് വരുന്ന സമയത്ത് വേഗം പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു വിടുകയാണ്, അല്ലെ? അവരെന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയായിരിക്കും. ആ വരുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ അവരെ കുളിക്കുന്നതിനോ പഠിക്കുന്നതിനോ വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ശരിക്ക് ആ കുളി കഴിഞ്ഞ് വരുന്ന സമയത്തേക്കും അവര് പറയാൻ വെച്ചിരുന്ന ഏതോ ഒരാൾ കൊടുത്ത മിഠായിയുടെ കഥയോ മറ്റോ നമ്മളോട് പറയാൻ വെച്ചിരുന്നത്, ആ കുളി കഴിഞ്ഞ് വന്ന് ദിവസങ്ങളോളം ഇത് തുടർന്ന് ആ ലഹരിയിൽ കുളിച്ച് കഴിയുമ്പോഴായിരിക്കും രക്ഷിതാക്കളായി നമ്മൾ കണ്ണു തുറക്കുന്നത്. അവരെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. സ്കൂള് വിട്ട് വരുന്ന കുട്ടിയെ നേരെ കുളിക്കുന്നതിനും പഠിക്കാനും മറ്റു ട്യൂഷനും പറഞ്ഞു വിടുന്നതിനപ്പുറം കുറച്ച് സമയമെങ്കിലും അവരൊന്ന് കേൾക്ക്. കുട്ടികൾ പഠിക്കെന്ന് പറഞ്ഞ് കേട്ട് മടുത്ത് എന്ന് അവർ പറയുമ്പോൾ അവർക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവരെ കൂടെ നിങ്ങൾ നല്ലൊരു കമ്പാനിയനായിട്ട് നമുക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ അവരെ നമ്മളെ കഴിച്ച ബാക്കി എന്തോ അവർക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ബോണ്ടിങ് ആണ് നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഈ അഴിച്ചുപണി നടത്തേണ്ടത് നമ്മളെ പാരന്റിങ്ങിൽ നിന്നാണ്, വീടുകളിൽ നിന്നാണ്. ആ വീടുകളിൽ നിന്നുള്ള മാറ്റം വരുത്തുമ്പോഴാണ് സമൂഹത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന പാരൻസ് എപ്പോഴും നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെയാണോ വളർത്തിയെടുക്കേണ്ടത്, നമ്മളെ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ആ മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ.